നമസ്കാരം. വി സതീശൻ തന്നെ ലീഡർ, പി അൻവറും മത്സരിക്കുന്നു. അതെ, വലിയ വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് തയ്യാറെടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവർ മത്സരിക്കാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ വരെ ചിലപ്പോൾ കുറവുണ്ടായേക്കാം. ഒരൊറ്റ ലക്ഷ്യം മാത്രമാണുള്ളത്, വിജയം. അതിനപ്പുറത്തേക്കൊന്നും അവർ ഇപ്പോൾ തീരുമാനത്തിലെടുത്തിട്ടില്ല. മാത്രമല്ല, അൻവറിനടക്കം സീറ്റ് നൽകുവാനുള്ള സാഹചര്യത്തിലേക്ക് ഇത് കഴിഞ്ഞ ദിവസം വയനാട് ക്യാമ്പ് നൽകിയ ആവേശത്തിന് പിന്നാലെ സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് UDF-നെ കടക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം ചിലപ്പം കുറയും. ലീഗിന്റെ അധിക സീറ്റ് ആവശ്യം തർക്കമില്ലാതെ പരിഹരിക്കുവാൻ തന്നെയായിരിക്കും കോൺഗ്രസ് നീക്കം നടത്താൻ പോകുന്നത്. PV അൻവറിന് സീറ്റ് നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണനയിലുമാണ്. 100 സീറ്റ് എന്ന ലക്ഷ്യമാണ് വയനാട് ക്യാമ്പിന് ശേഷം നേതാക്കളെല്ലാം പറയുന്നത്. അപ്പോൾ ഈ ആഴ്ച തന്നെ സീറ്റ് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഘടകകക്ഷികളുമായിട്ട് നടത്തും. പുതിയ ഘടകകക്ഷികൾക്ക് അടക്കം സീറ്റ് നൽകേണ്ടി വരുന്നതിനാൽ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം കുറയുകയും ചെയ്യും. അപ്പോൾ അതിൽ PV അൻവർ തന്നെയാണ് ഏറ്റവും പ്രധാനമായി കേൾക്കുന്ന പേര് എന്ന് പറയുന്നത്. അൻവറിന് സീറ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് വരെ ലഭിക്കുന്ന സൂചനകൾ. മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ അൻവർ മത്സരിക്കുകയാണ് എങ്കിൽ അത് വലിയൊരു രാഷ്ട്രീയ നീക്കമാകുമെന്ന് കോൺഗ്രസ് കരുതുന്നു. 25 സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. 23 സീറ്റിൽ നിന്നാണ് കഴിഞ്ഞ തവണ ഇത് 25ആയി ഉയർന്നത്. അധിക സീറ്റ് എന്ന ആവശ്യത്തിൽ ലീഗ് ഉറച്ചു നിന്നാൽ അത് പ്രശ്നങ്ങൾ ഒന്നുകൂടെ അവസാനിപ്പിക്കുവാനും അല്ലെങ്കിൽ ഒരു തരത്തിലും വലിയ പ്രതിസന്ധികളൊന്നും ഇല്ലാതെ അവസാനിപ്പിക്കുവാനായിരിക്കും കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഒരിക്കലും UDF-ന് നല്ലതല്ല. ലീഗ് ഏതെങ്കിലും തരത്തിലുള്ള സീറ്റ് വിഭജന ചർച്ചകൾ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടാൽ അത് ഏത് തരത്തിൽ പരിഹരിക്കാം എന്നുള്ളത് വളരെ കൃത്യമായി ആലോചിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തും. സീറ്റ് വെച്ചുമാറി ഇരു പാർട്ടികൾക്കും ഗുണകരമാകുന്ന നിലയിലേക്ക് മാറുന്നത് അടക്കമുള്ള കാര്യങ്ങളും പരിഗണിക്കാൻ പോകുന്നു. വരും ദിവസങ്ങളിൽ വ്യക്തമായിട്ടുള്ള ക്യാമ്പയിനുകളും പ്രചാരണ പരിപാടികളും സമരങ്ങളും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ മധുസൂദൻ മിസ്ത്രി അദ്ദേഹം ചെയർപേഴ്സണായിട്ടുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഉടൻ തന്നെ കേരളം സന്ദർശിക്കും. കേരളത്തിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്ന് സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കും. അതായിരിക്കും പിന്നെ ചർച്ചകൾ ചെയ്ത് ആ ചർച്ചകൾക്ക് ശേഷമായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് സംഭവങ്ങൾ എത്തുക. ഈ ജനുവരി അവസാനത്തോടുകൂടി ആദ്യഘട്ട സ്ഥാനാർത്ഥികളെങ്കിലും പ്രഖ്യാപിക്കുവാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. സാധാരണ രീതിയിൽ അതിൽ നിന്നൊക്കെ വളരെ വിപരീതമായിട്ട് സ്ഥാനാർത്ഥികളെ ഇത്തവണ നേരത്തെ തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിലെ MP-മാർ വീണ്ടും മത്സരിക്കണോ വേണ്ടയോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് സമിതികളിലും സ്ക്രീനിംഗ് കമ്മിറ്റികളിലുമാണ് ചർച്ച ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് സർവേകൾക്കും മറ്റുമായിട്ടൊക്കെ സുനിൽ കനകേലുവിന്റെ സേവനങ്ങൾ പാർട്ടി പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. മാത്രമല്ല, നിലവിൽ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ കനകേലുവിന്റെ സർവേകൾ എന്ന് പറയപ്പെടുന്നത് ആകുന്നതാണോ എന്നുള്ള കാര്യത്തിലൊന്നും നിശ്ചയമില്ല. കഴിഞ്ഞ ദിവസം തന്നെ സുനിൽ കനകേലുവിന്റെ പല പ്രവർത്തനങ്ങളോടും വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ സ്റ്റേറ്റ്മെന്റുകളും ഒക്കെ VD സതീശന്റെ ഭാഗത്ത് നിന്ന് അടക്കം ഉണ്ടാവുകയും ചെയ്തു. ഇവിടെ ഭരണപക്ഷത്തുള്ളവർക്ക് സാമ്പത്തിക സ്രോതസ്സുകളും PR സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നുള്ളൂ. എന്നാൽ വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്ത പാവപ്പെട്ട ജനങ്ങളുടെ സഹായത്തോടു കൂടിയാണ് കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ പാർട്ടിക്ക് വലിയ PR വർക്കുകളൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ അതിനെ ഒന്ന് കരകയറ്റിയെടുക്കേണ്ടതിന്റെ ആവശ്യകത ഇന്ന് പാർട്ടിക്ക് അനിവാര്യതയാണ്. എന്നാൽ ഒരു കരുത്തുറ്റ ലീഡർഷിപ്പ് ആവശ്യമാണ് ഇപ്പോൾ കോൺഗ്രസിന്. അത് കനകേലു പറയുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ആകരുത് എന്ന് കോൺഗ്രസിലെ ഭൂരിഭാഗം നേതാക്കളും പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് കനകേലുവിന്റെ പല വാദങ്ങളോടും അല്ലെങ്കിൽ കനകേലുവിന്റെ പല വാദങ്ങളെയും തള്ളിക്കൊണ്ടാണ് കോൺഗ്രസിലെ പല നേതാക്കന്മാരും ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു നേതാവ് കോൺഗ്രസിനുണ്ടോ? അതിന് പ്രാപ്തനെന്ന് പറയപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ VD സതീശനാണ്. പക്ഷേ അദ്ദേഹത്തിനെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പാലം വലിക്കുവാൻ കോൺഗ്രസ്സുകാർ തന്നെ തീരുമാനിച്ചാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ അദ്ദേഹത്തിനെ തകർക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ പാർട്ടിയെ തകർക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ്സുകാർ തന്നെ പാലം വലിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ മുന്നണി വലിയ തകർച്ചയെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇവിടെ എല്ലാവരും ചിന്തിക്കുന്ന ആരാണ് VD സതീശൻ, എന്തിനാണ് VD സതീശൻ നേതാവാകേണ്ടതെന്നുള്ള. കാരണം പലതരത്തിലുള്ള നേതാക്കളുണ്ട്. മാത്രമല്ല, ഈ ഇപ്പോഴത്തെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ അരയും തലയും മുറുക്കി ഇറങ്ങുന്ന പല പഴയ സിംഹങ്ങളുമുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള പല നേതാക്കന്മാരും മത്സര രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ പല MP-മാരും ഇപ്പൊ K സുധാകരൻ ആണെങ്കിലും അടൂർ പ്രകാശ് ആണെങ്കിലും ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ വീണ്ടും മത്സരിക്കുവാൻ എത്തുകയാണെങ്കിൽ അത് കോൺഗ്രസിന്റെ അപജയം എന്നേ പറയാൻ കഴിയും. അപ്പോൾ അവിടെ ഒരു വലിയൊരു നേതാവ് അത്യാവശ്യമാണ്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആരുടെ നിലപാടുകളാണ്, ആരുടെ തീരുമാനങ്ങളാണ് വിജയിച്ചത് എന്ന് ചോദിച്ചാൽ അത് VD സതീശന്റെ തീരുമാനങ്ങൾ തന്നെയായിരുന്നു.
പക്ഷെ ഇവിടെ വി ഡി സതീശനെ കുറിച്ച് പറയുമ്പോൾ 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് മാരാരിക്കുളത്ത് പരാജയപ്പെടുമ്പോൾ വി എസ് അച്യുതാനന്ദൻ ആരായിരുന്നു? വി എസ് അച്യുതാനന്ദൻ ഒരു ശരാശരി CPM നേതാവ് മാത്രമായിരുന്നു. നല്ല ഭംഗിയായിട്ട് ഗ്രൂപ്പ് രാഷ്ട്രീയമൊക്കെ കളിച്ചു വന്ന ഒരു നേതാവ്. 2001 മലമ്പുഴയിൽ നിന്ന് വിജയിച്ച് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരുന്നാണ് വി എസ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പ്രൊഫൈൽ കുത്തനെ ഉയർത്തുന്നത്. പ്രത്യേകിച്ചും എങ്ങനെയാണ് ഈ പരിസ്ഥിതി, സ്ത്രീ, അഴിമതി തുടങ്ങിയ ജനപ്രിയ വിഷയങ്ങളിൽ വി എസ് എടുത്ത നിലപാടാണ് അദ്ദേഹത്തിന്റെ ഇമേജ് CPM മേലേക്ക് ഉയർത്തിയത് എന്നുള്ളത് ചരിത്രമായി നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും അതിനുശേഷവും അത് നിലനിർത്തുന്നതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വി ഡി സതീശൻ അംഗമാകാതെ പോയത് അദ്ദേഹത്തിന് സുകുമാരൻ നായരുടെ പിന്തുണ കിട്ടാത്തത് കൊണ്ടാണ് എന്നുള്ള യാഥാർത്ഥ്യം രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പോലും അറിയാവുന്നതാണ്. കോൺഗ്രസ് അങ്ങനെയൊക്കെയാണല്ലോ. ഒരുപക്ഷെ ഒരിക്കൽ പോലും മന്ത്രിയാകാതെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന നേതാവാണ് വി ഡി സതീശൻ എന്ന് പറയപ്പെടുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ പൊളിറ്റിക്കൽ പ്രൊഫൈൽ ഉയർത്തിയ ഒരേ ഒരു നേതാവും VDS എന്ന് പറയപ്പെടുന്ന വി ഡി സതീശനാണ്. ഉപതെരഞ്ഞെടുപ്പുകളിലെ ഗംഭീര വിജയവും പ്രത്യേകിച്ച് PV അൻവറിനെ കൂട്ടാതെ നിലമ്പൂരിൽ വിജയിച്ചതും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം UDF നേടിയെടുത്തതിലുമൊക്കെ വി ഡി സതീശന്റെ രാഷ്ട്രീയ നിലപാടുകൾ വലിയ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ലൈംഗികാരോപണ വിധേയനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കോൺഗ്രസിന് പുറത്തുപോയെങ്കിൽ ആ തീരുമാനത്തിന്റെ പുറകിലും വി ഡി സതീശന്റെ ശക്തമായിട്ടുള്ള നിലപാട് തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ VS അച്യുതാനന്ദനെ പോലെ പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമില്ലെങ്കിലും നിലപാടുകൾ കൊണ്ട് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ മികച്ച പ്രതിച്ഛായ ഉണ്ടാക്കിയ നേതാവാണ് വി ഡി സതീശൻ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFന്റെ ക്രൗഡ് പുള്ളറും ഈ വി ഡി സതീശൻ തന്നെയായിരിക്കുമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു നേതാവ് ഈ UDFന് ആവശ്യമാണ്, കോൺഗ്രസിന് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഈ മുന്നണിക്ക്, കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടിക്ക് 2026 നിയമസഭയിലേക്ക് കടന്നു വരാൻ കഴിയൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് വി ഡി സതീശൻ തന്നെ ലീഡറായി നിൽക്കും. PV അൻവർ മത്സരിക്കുകയും ചെയ്യും. പക്ഷേ ഈ UDF വിജയിച്ചു വന്നാൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമോ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. ഈ UDFനെ വിജയിപ്പിച്ചെടുക്കുവാൻ വി ഡി സതീശൻ എന്ന് പറയപ്പെടുന്ന ലീഡർ അല്ലെങ്കിൽ നേതാവ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ UDF എന്ന് പറയപ്പെടുന്ന മുന്നണിയാണ് 2026 നിയമസഭയിൽ എത്തുകയും കേരളം ഭരിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നത് എങ്കിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ആയിരിക്കുമോ എന്നതിൽ സംശയമുണ്ട്. അത് തർക്കമില്ലാത്ത കാര്യവുമാണ്.